ആയൂർ ഓയർ ന്യൂസിൻ്റെ പ്രധാന വാർത്തകൾ എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ആക്കൽ പെരപ്പയം പോരേടം നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഹൈമാക്സ് ലൈറ്റ് പെരപ്പയം പാലത്തിനു സമീപം ഇന്നലെ വൈകുന്നേരം 6:30 ബഹുമാനപ്പെട്ട മന്ത്രി ജെ ചിഞ്ചുറാണി നാടിന് സമർപ്പിച്ചു. ചടയമംഗലം MLAയും മന്ത്രിയുമായ ജെ ചിഞ്ചുറാണിയുടെ വികസന ഫണ്ടിൽ നിന്നുള്ള 4,37,000 രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനെത്തിയ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വർഷങ്ങളായി ഇടിഞ്ഞുപൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതെ കിടക്കുന്ന അമ്പലംകുന്ന് ചെറിയ വിളനല്ലൂർ ആക്കൽ പെരപ്പയം റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ ഒപ്പിട്ട നിവേദനം മന്ത്രിക്ക് സമർപ്പിച്ചു. ഈ നിവേദനം സ്വീകരിച്ചുകൊണ്ട് മന്ത്രി നിവേദനം നൽകിയവർക്ക് മറുപടി നൽകുകയുണ്ടായി. ആ മറുപടി പ്രസംഗത്തിലേക്ക്. നമ്മളിപ്പോൾ ഏറ്റെടുത്തതുകൊണ്ട് ആ വർക്കിൻ്റെയും AS ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 വർക്ക് കൂടി വന്നാൽ നിങ്ങളുടെ ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ വർക്കുകൾ, ഇപ്പോൾ പൊതുമരാമത്ത് വർക്കുകൾ മുഴുവൻ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഒരു ബഹളവും വെക്കേണ്ട, അതിൻ്റെ മുമ്പിൽ നിന്ന് ആ വർക്ക് ചെയ്തു തരുവാൻ ഒരു മന്ത്രി എന്ന നിലയ്ക്കല്ല, ഒരു MLA എന്ന നിലയ്ക്ക് തന്നെ ഞാനത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ടെൻഡർ ചെയ്ത് അടുത്ത നടപടിയിലേക്ക് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് പോകാം. ചടയമംഗലത്തിൻ്റെ MLA എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ നാട്ടുകാരുടെ ആവശ്യം കൃത്യമായി പരിഗണിക്കുമെന്നും വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടലുണ്ടാകുമെന്നും എത്രയും വേഗം തന്നെ ഈ റോഡിൻ്റെ പണികൾ പൂർത്തിയാക്കി യാത്രായോഗ്യമാകുമെന്നും മന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. കിണറ്റിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി. കടയ്ക്കൽ ചിതറ കൊച്ചാലമൂട് അരുൺനിവാസിൽ ബാബുരാജൻ്റെ കിണർ വൃത്തിയാക്കാനിറങ്ങിയ അനിൽകുമാറിനെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. കയറാൻ കഴിയാതെ 70 അടി താഴ്ചയുള്ള കിണറ്റിൽ ഇദ്ദേഹം കുടുങ്ങുകയായിരുന്നു. കിണർ വൃത്തിയാക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത്. കടയ്ക്കൽ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ ഹരിലാൽ ഉൾപ്പെട്ട സംഘമാണ് ഇദ്ദേഹത്തെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചത്. പരാതിയും പ്രതിഷേധവും ഫലം കണ്ടു. ജഡായു ജംഗ്ഷനിലെ പാറ ഖനനത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം. കെട്ടിട നിർമ്മാണത്തിന് എന്ന പേരിൽ അനുമതി വാങ്ങിയ ശേഷം വൻതോതിൽ പാറ ഖനനം നടത്തുന്നതായാണ് പരാതി ഉണ്ടായത്. പഞ്ചായത്ത് ഭരണസമിതി പാറ ഖനനം നടത്തിയ സ്ഥലം സന്ദർശിച്ചു. അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഖനനം പൂർണ്ണമായും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. കഴിഞ്ഞ 2011 ഏപ്രിൽ 5-നാണ് ഏറ്റവും ഉയർന്ന വിലയായ 243 രൂപ രേഖപ്പെടുത്തിയത്. രാജ്യത്ത് റബ്ബർ വില ഏറ്റവും കുറഞ്ഞ 91 രൂപ രേഖപ്പെടുത്തിയത് 2016 ഫെബ്രുവരിയിലായിരുന്നു. ഇന്നലെ കോട്ടയം കൊച്ചി മാർക്കറ്റ് റബ്ബർ ബോർഡ് വില 247 രൂപയായിരുന്നു. അഗർത്തല മാർക്കറ്റ് വില 237 രൂപയായി ഇന്നലെ ഉയർന്നു. ഇനി നമുക്കൊരു കൗതുക വാർത്ത കൂടി കാണാം. പാട്ടിനൊത്ത് താളം വയ്ക്കുന്ന ആന. വാർത്തകൾ അവസാനിക്കുന്നില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.